കേരളത്തിലെ ഇടത് അനുകൂല ന്യൂനപക്ഷ സംഘടനകളുടെ രാഷ്ട്രീയ കൂട്ടായ്മ വരുന്നു. പി.ടി. റഹീം MLA ആണ് മുഖ്യ സംഘാടകൻ. അബ്ദുൽ നാസർ മദനി രക്ഷാധികാരിയാകുമെന്നാണ് വിവരം. സംഘടനയുടെ ഭരണഘടനയും തയ്യാറാക്കാനുള്ള ആദ്യ യോഗം ഈ മാസം 10-ന് ചേരുമെന്ന് പി.ടി. റഹീം MLA പറഞ്ഞു. ലീഗിലെ അസംതൃപ്തർ, ലീഗിനോട് അതൃപ്തിയുള്ള സമസ്തയിലെ വിഭാഗം എന്നിവരും സംഘടനയിലുണ്ടായേക്കും. സാനിയോ മനോമിയാണ് വിവരങ്ങൾ നൽകുന്നത്. സാനിയോ, എങ്ങനെയായിരിക്കും ഈ സംഘടനയുടെ സ്വഭാവം? ഇപ്പോൾ ഇതിൽ ഏതൊക്കെ പ്രമുഖരുണ്ടെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം? സ്മൃതി, മലബാർ കേന്ദ്രീകരിച്ച് വീണ്ടും ഒരു സംഘടന കൂടി, ഒരു രാഷ്ട്രീയ സമവാക്യം കൂടി രൂപമെടുക്കുകയാണ് എന്ന് വേണം നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ. പി.ടി. റഹീം MLA മുഖ്യ സംഘാടകനായിക്കൊണ്ടാണ് ഈ ഒരു സംഘടന, അതായത് ഇടതുപക്ഷത്തുള്ള ന്യൂനപക്ഷങ്ങളുടെ, ഇടതുപക്ഷത്തെ അനുകൂലിക്കുന്ന ന്യൂനപക്ഷങ്ങളുടെ സംഘടനയാണിത്. അലയൻസ് ഫോർ സോഷ്യൽ ജസ്റ്റിസ് എന്നായിരിക്കും ഈ സംഘടനയ്ക്ക് ഒരു പേരിടുക. ആദ്യഘട്ടത്തിൽ ഇതൊരു രാഷ്ട്രീയ പാർട്ടിയായി പ്രവർത്തിക്കില്ല, പിന്നീടാണ് രാഷ്ട്രീയ പാർട്ടിയായി പ്രവർത്തിക്കാനുള്ള സാഹചര്യം ഉണ്ടാവുക. ആദ്യം ഈ മാസം 10-ാം തീയതി യോഗം ചേരും. അതിനുശേഷം ജില്ലാ അടിസ്ഥാനത്തിൽ യോഗം ചേരുന്നുണ്ട്. ഈ മുസ്ലിം ലീഗിലെ തന്നെ അതൃപ്തിയുള്ള വിഭാഗങ്ങൾ, നേരത്തെ ലീഗിൽ നിന്ന് പുറത്താക്കിയ KS ഹംസയെ പോലുള്ള, സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി ആയിരുന്ന KS ഹംസയെ പോലുള്ള ആളുകളെ ഈ പാർട്ടിയിലേക്ക്, ഈ സംഘടനയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. കൂടാതെ സമസ്തയിൽ ലീഗിനോട് വിരോധമുള്ള ഒരു വിഭാഗമുണ്ട്, അവരെയും കൂടി അടുപ്പിക്കാനാണ് ശ്രമം നടക്കുന്നത്. സമസ്തയുടെ 2 വിഭാഗവുമായുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് നമുക്ക് അറിയാനാകുന്നത്. ഇതിൻ്റെ ഒരു മുഖ്യ രക്ഷാധികാരിയായി അബ്ദുൽ നാസർ മദനി, PDPയുടെ അബ്ദുൽ നാസർ മദനി തന്നെ വരാനാണ് സാധ്യത. കൂടാതെ INLന്റെ 2 വിഭാഗവുമായുള്ള ചർച്ചയും നടക്കുന്നുണ്ട്. ഏതായാലും മലബാറിൽ വീണ്ടും ഒരു രാഷ്ട്രീയ സമവാക്യം രൂപപ്പെടുന്നു. അത് ഇടതുപക്ഷത്തു നിന്നാകുന്നു. കൂടാതെ ഈ മുസ്ലിം ലീഗുമായുള്ള പ്രശ്നങ്ങൾ, സമസ്തയ്ക്കും അതുപോലെ ലീഗിനുള്ളിലുള്ള പ്രശ്നങ്ങളുമെല്ലാം അനുകൂല ഘടകങ്ങളാകുമെന്നാണ് ഈ സംഘടനയുടെ ഒരു അമരത്തിരിക്കുന്ന ആളുകൾ ഇപ്പോൾ കണക്കാക്കുന്നത്. ശ്രീ മദനിയുടെ അടക്കം പ്രതികരണങ്ങൾ ഈ വിഷയത്തിൽ വരേണ്ടതുണ്ട്. പ്രധാനപ്പെട്ട വാർത്തയാണ്. ഇടത് അനുകൂല ഒരു സംഘടന പിന്നീട് രാഷ്ട്രീയ പാർട്ടിയാകാൻ സാധ്യതയുള്ള ഒരു സംഘടന രൂപം കൊള്ളുകയാണ്. പി.ടി. റഹീമിൻ്റെ നേതൃത്വത്തിലാണ് ഈ സംഘടന വരാനിരിക്കുന്നത്. അബ്ദുൽ നാസർ മദനി രക്ഷാധികാരിയാകുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ലീഗിൽ നിന്നും സമസ്തയിൽ നിന്നും എതിർപ്പുകൾ ഉള്ളവരെ കൂടി ചേർത്തുകൊണ്ടായിരിക്കും ഈ സംഘടന ഉണ്ടാവുക.